അപ്പോൾ 2 ദിവസമായിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലുള്ള കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് എന്നാണ്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു കാര്യം ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നതെന്ന് അറിയാം അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ക്ഷേത്രപ്രവേശനവും വൈക്കമൊക്കെ അതിൻ്റെ ഇയർ തമ്മിൽ കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും, കാരണം അത് അടുത്തടുത്ത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം, നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നത്. 1859 ചാന്നാർ ലഹള നടന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ 2 എന്ന് പറഞ്ഞു വരുന്ന ഓപ്ഷൻ ആകെ ബിയും ഡിയും ഉള്ളു. അപ്പോൾ നമുക്ക് എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ലാസ്റ്റ് നടക്കുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ. ഈ ബിയും ഡിയിലും നോക്കുമ്പോൾ ലാസ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ് 1925. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നത് 4ഉം 1ഉം ആണ്. മലബാർ കലാപം എന്ന് നടന്നാൽ നമുക്കറിയാം 1921 മലബാർ കലാപം നടന്നത്. അതിനുശേഷമാണ് വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് ആദ്യം നടന്നത്? ചാന്നാർ ലഹള 2, പിന്നെ നടക്കുന്നത് ഏതാണ്? മലബാർ കലാപം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട്ട് കായലിനടുത്താണ് വൈക്കം എന്ന് പറയുന്ന സ്ഥലം. അടുത്തെന്നല്ല, വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ വൈക്കം. അപ്പോൾ അവിടെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അതിൻ്റെ നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. 1924 മാർച്ച് 30 ഓർത്തിരിക്കണം, മാർച്ച് 30. ഇപ്പോൾ വർഷം മാത്രം പഠിച്ചാൽ പോരാ, ഡേറ്റും കൂടി പഠിക്കണം. ഡേറ്റും മന്തും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നതെന്നാണ്. അതിനോട് ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നത് ഏത് വർഷമാണ്? 1924 തന്നെയാണ്. എന്നാൽ നവംബർ 1 സവർണ ജാഥ നടന്ന 1924 നവംബർ 1. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഏത് വർഷമാണ്? അടുത്ത വർഷം 1925 നവംബർ 23 എന്ത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഡേറ്റുകൾ പഠിക്കാനുണ്ട്. ഒന്ന് 1924 മാർച്ച് 30 ആരംഭിച്ചു. പിന്നെ 1924 നവംബർ 1 സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ. പിന്നെ 1925 നവംബർ 23 എന്ത് അവസാനിച്ചു? എന്താണ് അവസാനിച്ചത്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. അപ്പോൾ ഇതിന് നോക്കിയേ 1, 2, 3 അങ്ങനെ ഒന്ന് ആലോചിച്ച് ഒരു കണക്ഷൻ കൊടുത്താൽ മതി. 1, 2, 3. അപ്പോൾ നവംബർ 1 നവംബർ 23. ഓക്കെ. ഇനി അടുത്തത് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടക്കുന്നത് എന്നാണ്? 1813. ചാന്നാർ ലഹള എന്ന് പറയുന്നത് എന്താണ്? നാടാർ സമുദായക്കാരാണ് ചാന്നാർ ലഹള നടത്തിയത് അല്ലേ. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറക്കൽ സമരം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്, വേറൊരു പേര്. നാടാർ സമുദായക്കാരാണ്. എന്താണ് കാരണം? 1813 നമുക്ക് 1813 മാറുമറയ്ക്കാനുള്ള അവകാശം നാടാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1813 നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ആണ് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത്. അത് ആർക്കാണ് കൊടുത്തത്? മതം മാറി വരുന്ന നാടാർ സ്ത്രീകൾക്ക് മാത്രം. അപ്പം മതം മാറി വരുന്ന നാടാർ സ്ത്രീകൾക്ക് മാത്രമാണ് എന്ത് കൊടുത്തത്? മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത്. അപ്പം അതെന്നാണ്? 1813. പക്ഷേ ഇത് നമ്മുടെ ചാന്നാർ ലഹള തുടങ്ങിയത് എന്നാണ്? ചാന്നാർ ലഹള തുടങ്ങിയത് 1822. അതുപോലെ അത് അവസാനിച്ച തീയതി 1859 ജൂലൈ 26. അത് ഓർത്തിരിക്കണം, 1859 ജൂലൈ 26 അവസാനിക്കുന്നത്. ഉത്രം തിരുനാൾ എന്ത് നൽകി? മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിയത് കൊണ്ടാണ്
എന്താ അവസാനിച്ചത്? ചാന്നാർ ലഹള അവസാനിച്ചത് 1859 ജൂലൈ 26. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്തേക്ക് കേട്ടോ. നമുക്ക് ചിലപ്പോൾ എല്ലാവരും എഴുതി പഠിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് കിട്ടുന്ന കൂടുതലുള്ള ഫാക്ട്സുകളൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ഇത് ഒരു ചാന്നാർ ലഹള എന്ന് പറഞ്ഞൊരു പേജിൽ തന്നെ എഴുതി അതിൽ നമുക്ക് പുതിയതായി കിട്ടുന്ന ഫാക്ട്സുകളെല്ലാം അതിൻ്റെ കൂടെ എഴുതി ചേർക്കണം. ഇനി ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇത്രയാണ് ചാന്നാർ ലഹളയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം തെറ്റിപ്പോയി, ഞാൻ നേരത്തെ പറഞ്ഞ 1925 അല്ല, 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അത് ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അപ്പോൾ ഇനി മലയാള വർഷം കൂടി നമുക്ക് പഠിക്കണം, കൊല്ലവർഷം പഠിക്കണം. അതെന്താണ്? 1112 തുലാം 27. 1112. ഈ 12 പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? ഈ നവംബർ 12 12 നവംബർ എന്ന് പറയുന്നത് എന്ത് മാസമാണ്? 11ാം മാസമാണ്. അപ്പോൾ അതൊന്ന് കൂട്ടിച്ചേർത്താൽ നമുക്ക് 1112 എന്ന് കിട്ടും. അപ്പോൾ തുലാം 27 ക്ഷേത്രം പ്രവേശനം വിളംബരം നടന്നത്. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ കുറിച്ച് എഴുതിയിട്ട് അവിടെ നമ്മളിതൊന്ന് ഈ ഫാക്റ്റ് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇനി അടുത്തത് മലബാർ കലാപം. മലബാർ കലാപം നടന്നത് 1921 ഓഗസ്റ്റ് 26 നടന്നു. ഈ 1921 മലബാർ കലാപം നടന്നു. എന്തിൻ്റെ ആരംഭമായിട്ടാണ് ആരംഭിച്ചത്? എന്താണ്? 1921 ഓഗസ്റ്റ് 26 പൂക്കോട്ടൂർ കലാപം മലബാർ കലാപത്തിൻ്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ്? പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം എന്നാണ് നടന്നത്? 1921 ഓഗസ്റ്റ് 26 പൂക്കോട്ടൂർ കലാപം നടന്നത്. അതിൻ്റെ ആരംഭം എന്താണ് പറയുക? മലബാർ കലാപത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. ഇനി വാഗൺ ട്രാജഡി നടന്ന ദിവസം എന്താണ്? 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പം മലബാർ കലാപം 1921, വാഗൺ ട്രാജഡി 1921 നവംബർ 10, 1921 ഓഗസ്റ്റ് 26 നടന്ന പൂക്കോട്ടൂർ കലാപത്തിൻ്റെ ആണ് എന്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്? മലബാർ കലാപത്തിൻ്റെ ആരംഭം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ പിന്നെന്താണ്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. അപ്പോൾ നമുക്ക് കുറച്ച് ഫാക്ട്സുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒരു 15ഓളം കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് അല്ലേ? അത് ആണല്ലോ, നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ കുറേ കാലമായിട്ട് പഠിക്കുന്നതാണല്ലേ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഒന്ന് ശരിയാണ് അല്ലേ? ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയെന്ന് പറയുമ്പോൾ എയും സിയും ശരിയാണ് അല്ലേ? ബിയും ഡിയും അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്തു. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. ജാലിയൻ വാലാബാഗ് എന്നാണ് നടന്നത്? 1919. നമുക്കറിയുന്ന ഒരു കാര്യമാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ 2 തെറ്റല്ലേ? 2 തെറ്റാണ്. 2 തെറ്റായതുകൊണ്ട് എന്താണ് ഇതിൽ ഓപ്ഷൻ നോക്കിയാൽ ഓൾറെഡി 2 തെറ്റാന്ന് പറഞ്ഞപ്പോൾ ബിയും ഡിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒന്നും ക്യാൻസൽ ചെയ്യുക അല്ലേ? അപ്പോൾ ഏതാണ്? അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, സി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്നാലും ഒന്ന് നോക്കാം. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ? നമുക്ക് ആകെ അറിയുന്നത് 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. അതും ഗോഡ്സെയുടെ വെടിയുണ്ടിട്ടാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. അപ്പം അതിന് മുന്നേയും എന്താണ്? ഗാന്ധിജിൻ്റെ നേർക്ക് വധശ്രമം നടന്നിട്ടുണ്ട്. നമ്മുടെ ഗോഡ്സെ തന്നെ 3 തവണയാണ് ഗാന്ധിജിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. 6 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, പലരായിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ തവണയാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഇനി 2ാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു
അപ്പം എന്താണ് രണ്ടാം വട്ടമേശ സമ്മേളനം അല്ലേ? രണ്ടാം വട്ടമേശ സമ്മേളനം എന്താണ്? അത് ശരിയാണ്, 1931 സെപ്റ്റംബറിലാണ് നടന്നിരിക്കുന്നത്, ലണ്ടനിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനവും രണ്ടാം വട്ടമേശ സമ്മേളനവും സെപ്റ്റംബറിലല്ല നടക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അതെന്താണ്? രണ്ടാമത്തെ സെപ്റ്റംബർ, 2 സെപ്റ്റംബർ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒന്ന് നോക്കാം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി ബോംബെ സമ്മേളനത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ? നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം നടത്താമെന്ന് അല്ലേ പബ്ലിഷ് ചെയ്ത് 1942 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ് എന്നും ക്വിറ്റ് ഇന്ത്യക്ക് ഒരു പേരുണ്ട്, ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ്. അതിന്റെ ക്വിറ്റ് ഇന്ത്യയുടെ നായിക എന്ന് പറയുന്നത്, സമരത്തിന്റെ നായിക എന്ന് പറയുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC ആദ്യത്തെ ബഹുജന സമരം നടന്നത് നിസ്സഹകരണ സമരമാണ്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനം നടന്ന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പം ആദ്യം നടന്നത് ഏതാന്ന് പറയണം. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം, അതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ബഹുജന സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനം നടന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ആണ്, ബഹുജന സമരം കേട്ടോ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ നടന്ന 1942 ഓഗസ്റ്റ് 8. ഇനി അടുത്തത് ജാലിയൻ വാലാബാഗ്. അതെവിടെയാണ്? പഞ്ചാബ് അമൃത്സറിൽ വെച്ചിട്ടായിരുന്നു. 1919 ഏപ്രിൽ 13 ആരുടെ അറസ്റ്റുകാരനാണ്? പ്രതിഷേധത്തിലാണ് ഇത് നടന്നത്. ഡോക്ടർ സർഫുദ്ദീൻ കിച്ചുലു എന്ന് പറഞ്ഞ ഡോക്ടർ സത്യപാൽ എന്ന് പറഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതിഷേധത്തിലാണ് പ്രതിഷേധക്കാരവിടെ വന്നിട്ട് ജാലിയൻ വാലാബാഗ് അവിടെ നടന്നത്. അവിടെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? വെടിവെപ്പ് നടന്നത് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലാണ്. പിന്നെ എന്താ നമ്മൾ അടുത്ത ഫാക്ട്? നമ്മൾ പറഞ്ഞു 6 തവണ ഗാന്ധിജീനെ എന്താ ചെയ്തിട്ടുണ്ട്? വെടിയുണ്ട അല്ലെങ്കിൽ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ എന്ന് പറയുന്നത് 1934 പിന്നെ രണ്ടാമത് 1944, 2 തവണ. ആ 2 തവണ നടത്തിയത് ഗോഡ്സെയാണ്. 1946, പിന്നെ 48 ജനുവരി 20, പിന്നെ അവസാനം 1948 ജനുവരി 30 ഗോഡ്സെയുടെ കൈകൊണ്ടാണ് വെടി വെച്ചത്. കൈകൊണ്ടല്ല, തോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗോഡ്സെ ജനുവരി 30, 1948 ജനുവരി 30 ഗോഡ്സെ എന്ത് ചെയ്തു? വെടിവെച്ച് ഗാന്ധിജി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിന് മുന്നിലുള്ള വർഷങ്ങളൊന്നും ഓർക്കുക. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇത് +2 എക്സാമിന് +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ 3 തവണ എത്ര തവണ ഗോഡ്സെ നമ്മുടെ ഗാന്ധിജീനെ കൊല്ലാൻ ശ്രമിച്ചത്? 3 തവണ. ഓക്കെ. ഇനി അടുത്തത് വട്ടമേശ സമ്മേളനം. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഏത് സെപ്റ്റംബർ 31 ലണ്ടനിൽ വെച്ച് സെപ്റ്റംബർ 31. ബാക്കി 1ഉം 3ഉം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? നവംബറിലാണ് ആരംഭിച്ചത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? നാറ്റോ. 1949 ഇത് സ്ഥാപിതമായത്. അത് ശരിയാണ്, 1949 നാറ്റോ സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. അത് തെറ്റാണ്. ബ്രസൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നാറ്റോന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രസൽസ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പൊ 1900 ഇതിൽ ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത കാര്യം ഏതാണ്? 2 ബന്ധമില്ല കേട്ടോ. രണ്ടും ബന്ധമില്ല. അതുപോലെ 4 ബന്ധമില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണമായി ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വം പ്രശ്നമാണ്. അതല്ല കാര്യം. അപ്പോൾ രണ്ടാമത്തേത് എന്താണ്? ആസ്ഥാനം ജനീവയാണ്. അത് തെറ്റാണ്, ബ്രസൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. നാറ്റോ എന്ന് പറയുന്നത് 1949 അത് 1949 ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലുള്ള അംഗങ്ങൾ 12 അംഗങ്ങളായിരുന്നു. നാറ്റോ എവിടെയാണ്? ബ്രസൽസ് ആണ് ആസ്ഥാനം. അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. സ്വീഡൻ 32ാമത്തെ കേട്ടോ. അപ്പം 32 2024. അതേ തൊട്ടു മുന്നേ ലാസ്റ്റ് 31ാമതായിട്ട് ചേർന്ന രാജ്യമാണ് ഫിൻലാൻഡ് 2023. ഇതിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടാണ് സെക്രട്ടറി ജനറൽ. അപ്പോൾ ഇതൊന്നൊരു കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നാറ്റോ, നാറ്റം, ബ്രഷ് ചെയ്തില്ലെങ്കിൽ നാറ്റം.
ബ്രഷ് ചെയ്തില്ലെങ്കിൽ നാറ്റം വരും അല്ലേ. അപ്പം ബ്രസൽസും നാറ്റവും പഠിക്കാൻ പറ്റും. അതുപോലെ 32ാമത്തെ രാജ്യം, 32 പല്ല്, സ്വീഡൻ ലാസ്റ്റ് 32. ഇനി സെക്രട്ടറി ജനറലിനെ പഠിക്കാൻ എന്താണ്? മാർക്ക് റൂട്ട്. നമ്മുടെ പല്ലൊക്കെ കേടായി കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്യില്ലേ, അതൊന്ന് ഓർത്താൽ മതി. മാർക്ക് റൂട്ടാണ് സെക്രട്ടറി ജനറൽ. കഴിഞ്ഞ വർഷം 2 തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആരാന്ന്. മാർക്ക് റൂട്ടാണ്.